മങ്കിടിയാൻ ത്രേസ്യ, അങ്ങനെ എഴുന്നേൽക്കുക. ഇന്നലെ പഠിപ്പിച്ച സ്വരാക്ഷരങ്ങൾ അങ്ങോട്ട് ചൊല്ലുക. അസാമാന്യ ബുദ്ധിയും ഓർമ്മശക്തിയും ഉണ്ടായിരുന്ന ത്രേസ്യ ആശാന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. സഹപാഠികൾക്കും അവളെ ഇഷ്ടമായി. അവൾ പാഠങ്ങൾ അതിവേഗം പഠിച്ചു. പഠനത്തിൽ പിറകോട്ടു നിന്ന കൂട്ടുകാരെ പാഠങ്ങൾ പഠിപ്പിച്ച് സഹായിച്ചു. ചോറുണ്ടോ? കൊണ്ടുവന്നില്ലേ? നമുക്ക് ഒരുമിച്ചിരിക്കാം. സാധുക്കളോട് വളരെ ചെറുപ്പത്തിൽ തന്നെ കരുണയും സ്നേഹവും ത്രേസ്യ കാണിക്കുമായിരുന്നു. തനിക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുവാൻ അവൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഇന്നലെ അമ്മ എന്നോട് മാതാവിന്റെ കഥ മുഴുവൻ പറഞ്ഞു തന്നല്ലോ. ഞാൻ ആശാൻ കളരിയിൽ ചെന്ന് എല്ലാവരോടും മാതാവിന്റെയും ഔസേപിതാവിന്റെയും ഉണ്ണീശോയുടെയും കഥ പറഞ്ഞു. അവർക്കെല്ലാം ഇഷ്ടായി. ഉണ്ണീശോ എന്റെ കൂടെ കളിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല. ഞാനൊരു ദിവസം ഉണ്ണീശോയോട് ചോദിച്ചു, ഉണ്ണീശോ ഉണ്ണീശോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. എന്നോട് പിണങ്ങോ? ഞാൻ ത്രേസ്യയോട് പിണങ്ങില്ല. ഉണ്ണീശോ ഉണ്ണീശോയുടെ അമ്മയോട് ചോദിച്ചിട്ടാണോ ഈ രാത്രി വന്നത്? ആ ചിരിക്ക. ത്രേസ്യയോട് പറഞ്ഞേ. എന്റെ അമ്മച്ചിക്ക് എല്ലാം അറിയാം. ഞാൻ പോവാ, പിന്നെ വരാം. വലിയ കുസൃതിയാ കേട്ടോ. എന്നെ വലിയ ഇഷ്ടാ. എന്റെ അടുത്ത് കളിക്കാൻ വരുന്നതിന് ഉണ്ണിയെ അമ്മ വഴക്കു പറയരുത്. ഉണ്ണി നല്ല കുട്ടിയാ. അമ്മ എന്നെ കൊന്ത ചൊല്ലാൻ പഠിപ്പിക്കൂ. ഉണ്ണിയുടെ അമ്മ എന്താ എന്നോടൊന്നും മിണ്ടാത്തത്? വലിയ ഗമേ അമ്മയ്ക്ക്. ത്രേസ്യ കൊച്ചിന് സങ്കടം വരുന്നുണ്ട് കേട്ടോ. ഞാൻ മാതാവിനോട് മിണ്ടത്തില്ല. ഞാൻ പോവാ. ത്രേസ്യ കുഞ്ഞേ. ഉണ്ണീശോയുടെ അമ്മ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ആഹാ, നീ ഇതെവിടെ പോകുന്നു? ഞാനും പള്ളിയിൽ വരികയാ. കൊച്ചു പിള്ളേര് ദിവസവും പള്ളിയിൽ വരേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് കുർബാന പുസ്തകം വായിക്കാൻ അറിയാമമ്മേ. കുമ്പസാരവും കുർബാന കൈക്കൊള്ളലൊന്നും ത്രേസ്യയുടെ കഴിഞ്ഞിട്ടില്ലല്ലോ. എനിക്കിന്ന് കുമ്പസാരിക്കണം. 6 വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ നിനക്ക്. 12 വയസ്സാകാതെ അച്ഛന്മാര് സമ്മതിക്കത്തില്ല. അമ്മ അങ്ങനെ പറയരുത്. ദൈവത്തെ സ്നേഹിക്കുന്നതിന് പ്രായം വേണ്ടല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നതിന് പ്രായം വേണ്ടെന്നോ? ആര് പറഞ്ഞു തന്നു ഇതെല്ലാം? അച്ഛോ, ഇവക്ക് ഒരേ ഒരു നിർബന്ധം. എന്താണ്? ഇവൾക്ക് കുമ്പസാരിക്കണം പോലും. സാധാരണ 9-ാം വയസ്സിൽ കുമ്പസാരിക്കുക, 12-ാം വയസ്സിൽ കുർബാന സ്വീകരിക്കുക. അതാ നിയമം. ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയാണ് അച്ഛോ. ഈശോയെ കൂടുതൽ സ്നേഹിക്കണമെങ്കിൽ കുമ്പസാരിക്കണമെന്നുണ്ടോ? മാലിന്യമുള്ള മനസ്സിൽ ഈശോ വസിക്കില്ല അച്ഛോ. ആഹാ. പാപമാണ് മനസ്സിലെ മാലിന്യം. അത് നല്ല കുമ്പസാരത്തിലൂടെ നീക്കിക്കളഞ്ഞ് വെണ്മയുള്ളതാക്കി പ്രായശ്ചിത്തവും സുഹൃത ജപങ്ങളും കൊണ്ടുള്ള പൂക്കളാൽ നിറച്ച് ഈശോയെ സ്വീകരിക്കണം. അപ്പോ ഈശോ നമ്മുടെ മനസ്സിൽ വസിക്കും. അല്ലേ പ്രശ്നം? കുമ്പസാരിച്ചതല്ലേ ഉള്ളൂ. ഇനി കുർബാന കൈക്കൊള്ളണ്ടേ? പെണ്ണെ, 12 വയസ്സാകാതെ ആ കാര്യം ആലോചിച്ചു പോവരുതെന്ന് അച്ഛൻ പറഞ്ഞത്. നില്ല് 7, 8, 9, 10, 11, 12. ഇനി 6 വർഷം കാത്തിരിക്കണോ? നടക്കുന്ന കാര്യമല്ല. പെണ്ണിന് അഹങ്കാരത്തിന് കൂടുന്നുണ്ട്. ഈശോയെ കൈക്കൊള്ളുന്ന അഹങ്കാരാണോ അമ്മേ? തർക്കുത്തരം പറയുന്നോ? നിന്റെ അപ്പനോട് പോയി പറ കാര്യങ്ങൾ. എന്നോട് ഇനി ഒന്നും പറയണ്ട. അമ്മ എന്റെ കൂടെ നിന്നാൽ അപ്പനും സമ്മതിക്കും അമ്മേ. ഞാൻ തോറ്റു പോളെ. ത്രേസ്യ, നീ റാന്തല് വിളക്കുമായി രാത്രി ഒറ്റയ്ക്ക് എങ്ങോട്ടാ പോകുന്നത്? അപ്പ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ മരണവേദന അനുഭവിക്കുന്ന ഒരു ആത്മാവിനെ ഞാൻ കണ്ടു. അയാൾ മരിക്കുന്നതിന് മുൻപ് മാനസാന്തരപ്പെട്ടാൽ ഒരു ആത്മാവ് രക്ഷപ്പെടും. എനിക്ക് ആ ആത്മാവിനെ രക്ഷിക്കണം. തടയരുത്. ത്രേസ്യയുടെ വീടല്ലേ ഇത്? അതെ. ഞങ്ങൾ ത്രേസ്യ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? അപ്പം മരിക്കാറായിരിക്കുന്നു. നല്ലൊരു മരണം ലഭിക്കണം.
ഞാനാണ് ത്രേസ്യ. ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. എല്ലാരും പറഞ്ഞു ത്രേസ്യ ഒന്ന് പ്രാർത്ഥിച്ച അപ്പം മാനസാന്തരപ്പെട്ട് അപ്പന്റെ ആത്മാവ് രക്ഷപ്പെടുമെന്ന്. ബുദ്ധിമുട്ട് വിചാരിക്കരുത്. ഞാൻ വരാൻ കൂടെ. ചേച്ചി നടക്ക്. ദൈവിക ആഹ്വാനം ലഭിച്ച ത്രേസ്യായിക്ക് വീട്ടിൽ അടങ്ങിയിരിക്കുവാൻ സാധിച്ചില്ല. ജീവിത ദുഃഖങ്ങൾ ത്രേസ്യായെ പരസ്നേഹ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചതുമില്ല. പാപജീവിതം നയിച്ചിരുന്നവരെ സ്നേഹപൂർവം പുണ്യജീവിതത്തിന്റെ വഴിയിലേക്കും മാനസാന്തരത്തിലേക്കും കൊണ്ടുവരുവാൻ ത്രേസ്യ എന്നും പരിശ്രമിച്ചിരുന്നു. ത്രേസ്യയുടെ ശ്രദ്ധ പതിയാത്ത കുടുംബങ്ങൾ ആ നാട്ടിലുണ്ടായിരുന്നില്ല. മരണക്കിടയ്ക്കരികിൽ ത്രേസ്യയുടെ സാന്നിധ്യം അനേകം ആളുകൾക്ക് നന്മരണമുണ്ടാകുവാൻ സഹായിച്ചു. അപ്പച്ച, അപ്പച്ച. രോഗികൾക്കു വേണ്ട എല്ലാ ശുശ്രൂഷയും വീട്ടുകാരോടൊപ്പം ചെയ്തു കൊടുക്കും. ബാഹ്യമായ പരിചരണത്തിനിടയിൽ ത്രേസ്യയുടെ ആന്തരിക കണ്ണ് രോഗിയുടെ ആത്മാവിന്റെ സ്ഥിതി നോക്കിക്കാണും. ത്രേസ്യയുടെ യുഗാന്ത്യോന്മുഖ വീക്ഷണത്തിന്റെ മറ്റൊരു വശമാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്നവരെക്കുറിച്ചുള്ള ശ്രദ്ധ. ശുദ്ധീകരണ സ്ഥലത്തിൽ കഷ്ടപ്പെടുന്നവർ പ്രത്യക്ഷപ്പെട്ട് ത്രേസ്യയുടെ പ്രാർത്ഥന യാചിച്ചതും ത്രേസ്യ അവരെ സഹായിച്ചതുമായ സംഭവങ്ങൾ പലതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ത്രേസ്യ കുഞ്ഞെ, എന്റെ മരണസമയത്ത് നിന്റെ പ്രാർത്ഥനാ ശുശ്രൂഷ കൊണ്ടാണ് നരകത്തിൽ പതിക്കേണ്ട എന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ എത്തിച്ചത്. ഇവിടെ എന്റെ കടങ്ങൾ വീട്ടാൻ ഞാൻ കഷ്ടപ്പെടുകയാണ്. എന്റെ കടങ്ങൾ വീട്ടാൻ എനിക്കിനി കഴിയില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ നന്നായി ജീവിച്ചില്ല. ഇപ്പോൾ ദുഃഖം തോന്നുന്നു. ത്രേസ്യ, എന്റെ ഭാര്യയോടും മക്കളോടും പറയണം, എന്റെ കടബാധ്യതകൾ തീർക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും നോമ്പും ഉപവാസവും അനുഷ്ഠിച്ച് നല്ലവരായി ജീവിച്ച് എല്ലാവരോടും എൻ്റെ ആത്മാവ് മോക്ഷം പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറയണം. സമാധാനമായിരിക്കൂ. ഞാൻ വീട്ടുകാരെ കൊണ്ട് എല്ലാം ചെയ്യിച്ചുകൊള്ളാം. ഞാനും ഉപവാസവും പ്രാർത്ഥനയും പ്രായശ്ചിത്ത പ്രവൃത്തികളും ചെയ്ത് നിങ്ങളുടെ മോക്ഷപ്രാപ്തിക്കു വേണ്ടി കാഴ്ചവെച്ചുകൊള്ളാം. ഏറ്റവും പ്രിയ ഇടവക ജനങ്ങളെ, നൈയാമികമായ സന്യാസ സമൂഹങ്ങളുമായി ബന്ധപ്പെടുത്തി അവയുടെ പുണ്യയോഗ്യതകളെ അൽമായർക്കും ലഭിക്കുന്നതിനു വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള സമൂഹമാണ് മൂന്നാം സഭ. നമ്മുടെ ഇടവക അംഗമായ മങ്കടിയാൻ ത്രേസ്യയെ മൂന്നാം സഭയിൽ ചേർക്കുവാൻ ഏറ്റവും പെരിയ ബഹുമാനപ്പെട്ട ജോൺ മേനാച്ചേരി മെത്രാനച്ചൻ 1905 മാർച്ച് മാസം 1-ാം തീയതി എനിക്ക് അധികാരം നൽകിക്കൊണ്ട് കൽപ്പന അയച്ചിരിക്കുന്നു. ആയതിൻ പ്രകാരം ഇന്നേ ദിവസം മങ്കടിയാൻ ത്രേസ്യയ്ക്ക് പ്രത്യേക ഉത്തരീയവും തലമുണ്ടും നൽകിക്കൊണ്ട് മൂന്നാം സഭയിൽ അംഗമായി ചേർക്കുന്നു. എന്താ അമ്മേ?
മരിച്ചു കിടക്കുന്നു. കുഞ്ഞടുത്തിരുന്ന് വിശന്ന് കരയുന്നു. എന്റെ സഹായം അവർക്ക് ആവശ്യമാണെന്ന് ഈശോ പറയുന്നു. ഞാൻ പോകട്ടെ. നേരം എടുത്തിട്ടില്ല മദർ. വഴി അറിയാതെ നമ്മൾ എങ്ങോട്ട് പോകും? വഴി ഈശോ കാട്ടിത്തരും. എനിക്ക് പോയേ പറ്റൂ. നിൽക്കുമ്മേ, ഞങ്ങൾ ചൂട്ടുകറ്റ കത്തിച്ച് കൂടെ വരാം. അതിന് സമയമില്ല. ഇപ്പൊ നേരം വെളുക്കും. എന്റെ ഈശോയെ, ഞാൻ എങ്ങോട്ട് പോവും? എനിക്ക് പോകേണ്ട വഴി മനസ്സിലാവുന്നില്ലല്ലോ. അമ്മ, എന്റെ വീടിന്റെ അടുത്ത് ചീരി ചേച്ചി 2 ദിവസമായി വാതിൽ തുറക്കുന്നില്ല. അവരുടെ കുഞ്ഞകത്തിടന്ന് കരയുന്നുണ്ട്. ഓടിവാ, അവിടെ എല്ലാരും കൂടിയിട്ടുണ്ട്. വേഗം വാ, അവിടെ എല്ലാരും പേടിച്ചു നിൽക്കുക. വേഗം വാ. എന്താ സംഭവിച്ചത്? 2 ദിവസമായി ചീര് കഥ തുറക്കുന്നില്ല അമ്മ. കുട്ടിയുടെ കരച്ചിൽ അകത്ത് കേൾക്കാം. കഷ്ടം. എന്റെ കുഞ്ഞെ, ചിരു, 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 ചിരു. ചിരു. ഓ, ഓ, ഓ. ഇവർക്ക് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? അക്കരെ ചിലരുണ്ട്. അവരെ വിവരം അറിയിച്ചിട്ട് സംസ്കാരത്തിനുള്ള ഏർപ്പാട് ചെയ്യുക. ആവശ്യമുള്ള പണം ഞാൻ തരാം. ആരെങ്കിലും മഠത്തിലേക്ക് വന്നോളൂ. അമ്മ, കുഞ്ഞ്. ഇവൾ എന്റെ മോളാണ്. ഞാൻ ഇവളെ കൊണ്ടുപോവുക. നല്ല അമ്മ. അനാഥയായ ചീരുവിന്റെ കുഞ്ഞിനെ ഏറ്റെടുത്തുകൊണ്ടുള്ള ത്രേസ്യായുടെ പ്രവൃത്തി, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു എന്നുള്ള ക്രിസ്തുവചനത്തിന്റെ പൂർത്തീകരണമായിരുന്നു. ചീരുവിന്റെ കുഞ്ഞിനെ ബ്രിജീത്ത എന്ന പേര് നൽകി കുഴിക്കാട്ടുശ്ശേരി മഠത്തിലെ അംഗമായി വളർത്തി. ആ ബ്രിജീത്ത എന്ന പെൺകുട്ടിയെ പഠിപ്പിച്ചു വളർത്തി സ്വർണവും സ്ത്രീധനവും കൊടുത്ത് വിവാഹ അന്തസ്സിലേക്ക് പറഞ്ഞുവിട്ട ചരിത്രം ഉൾപുളകത്തോടെയേ നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കൂ. മക്കളും കൊച്ചുമക്കളുമായി സന്തോഷത്തോടെ ജീവിച്ച ആ ബ്രിജീത്തയുടെ വീടാണിത്. അമ്മയുടെ വീട് കുഴിക്കാട്ടുശ്ശേരി വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യാമ്മയുടെ മഠമാണെന്ന് അഭിമാനത്തോടെ പറയുന്ന അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും ഹോളി ഫാമിലി സമൂഹം ഇന്നും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുകയാണ്. സമർപ്പണ ജീവിതം സമൂഹത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി തെറ്റായോ ശരിയായോ വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മറിയം ത്രേസ്യ കടന്നുവരുന്നത്. കേരളവും ഈ ചിന്താഗതിക്ക് വളക്കൂറുള്ള മണ്ണായി. മദർ മറിയം ത്രേസ്യയും ഈ മാറ്റത്തിന്റെ പാതയിലാണ് ചരിച്ചത്. 1-ാം ലോകമഹായുദ്ധത്തിന്റെ കെട്ടുകളിൽ നട്ടം തിരിഞ്ഞ പുത്തൻചിറയെന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് തനിക്കു ചുറ്റും വേദനിക്കുന്നവരുടെ വലിയ ഒരു ലോകമാണ് അവൾ കണ്ടത്. പട്ടിണിയും രോഗവും മദ്യപാനവും അനാചാരങ്ങളും കൊണ്ട് തേജസ് മങ്ങി തളർന്നുറങ്ങിയ ഒരു സമൂഹം. അവരുടെ മധ്യത്തിലേക്കാണ് ക്രിസ്തുവിനെ പ്രണയിച്ചുകൊണ്ട് മദർ മറിയം ത്രേസ്യ കടന്നു ചെന്നത്.
ഈശോ പറയുന്നു, ചീപ്പുങ്കൽ വളവിലുള്ള പുലയ കുടലിലേക്ക് നമ്മൾ ഉടനെ ചെല്ലണം, ഉടൻ ചെല്ലണം. കുറച്ച് പഞ്ഞിയും തുണിയും മരുന്നും എടുത്തോളൂ. മറിയന്ത്രേസ്യാമേ, എങ്ങോട്ടാ ധൃതിയില്? തൈരിയുടെ കുടല് വരെ. അങ്ങോട്ട് പോകരുത്, ആ സ്ത്രീക്ക് കുഷ്ഠമാ, പകരും. അയ്യേ, ദേ പോണ്. നന്മ അറിഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. എന്താ, എന്തു പറ്റി? ആരാ ഇതിനകത്ത് കിടന്ന് കരയുന്നേ? തമ്പാട്ടി തൈര്യാണ്. ആക്കളവയ്ക്ക് കുഷ്ഠരോഗാണ്, പുഴുവരിച്ച് കിടക്കാണ്. കഷ്ടം. വരൂ. അയ്യോ തമ്പാട്ടി പോവരുത്, കുഷ്ഠരോഗം വന്നു കിടക്കുക, നാറിയിട്ട് അടുക്കാൻ വയ്യ, പുഴുത്തു കിടക്കുക. എന്റെ ഈശോയാണ് കരയുന്നേ, എന്റെ ഈശോയാ പുഴുത്ത് കിടക്കുന്നേ. എനിക്ക് വയ്യ അമ്മ, അമ്മ, അമ്മ. അമ്മ, രക്ഷിക്കണേ അമ്മ. ഈശോ, എന്റെ ഈശോ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എനിക്ക് സഹിക്കാൻ മേലമ്മ, എന്നെ തൊടരുത്, എന്നെ തൊടരുത്, എനിക്ക് കുഷ്ഠമാണ്. വിഷമിക്കാതെ, അമ്മ, ഞങ്ങൾ തൈരിയെ നോക്കിക്കോളാം. തൈരിക്ക് മക്കളാരുമില്ലേ? മക്കൾ 5 പേരുണ്ട് തമ്പാട്ടി, എല്ലാരും ഇട്ടു പോയി തമ്പാട്ടി. അമ്മ, സാരമില്ല, എല്ലാം മാറും തൈരി. ആ, വെള്ളം കൊണ്ടുവന്നല്ലോ. ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയ മക്കളോട് പറയണം, തൈരി അനാഥയല്ല, തൈരിയുടെ കൂടപ്പിറപ്പുകൾ വന്ന് അവരെ കൂട്ടിയിട്ട് പോയിന്ന്. 1926 മെയ് 10 വരെ തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിന്റെ പൊതുശ്രേഷ്ഠത്തി മദർ മറിയം ത്രേസ്യ ആയിരുന്നു. ഇരിക്കെ. സമൂഹത്തെ വളർത്തി നയിക്കാനുള്ള ചുമതലയിൽ മറ്റുള്ളവർ പങ്കുവഹിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കിയ മദർ ബഹുമാനപ്പെട്ട വിധേയത്തിൽ അച്ഛനുമായി ആലോചിച്ച് 1926 മെയ് 10 സഭയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ തീരുമാനിച്ചു. നമ്മുടെ നാട്ടിൽ നല്ല കുടുംബങ്ങളെ വളർത്തിയെടുക്കാൻ അഹോരാത്രം പണിയെടുത്ത മദർ, വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തിൻ്റെ ഉയർച്ച സാധ്യമാകൂ എന്ന സഭയുടെ കാഴ്ചപ്പാട് സ്വീകരിച്ചുകൊണ്ട് മദർ മറിയം ത്രേസ്യ ആരംഭിച്ച വിദ്യാലയങ്ങൾ സമൂഹത്തിനൊരു പുതിയ ഉണർവ് പ്രദാനം ചെയ്തിട്ടുണ്ട്. ദൈവസ്നേഹാഗ്നിയാൽ കത്തിജ്വലിച്ച മദറിന്റെ ദൈവസ്നേഹവും കുടുംബങ്ങളുടെ രക്ഷയെ പ്രതിയുള്ള ആത്മദാഹവും സഭയിലുണ്ടാക്കിയ ചലനങ്ങൾ നിങ്ങൾക്കോരോരുത്തർക്കും മാതൃകയായിരിക്കട്ടെ. ദൈവം തിരുക്കുടുംബ സഭയുടെ മേൽ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. പിതാവേ, ഇതാ തിരുക്കുടുംബ സഭയിലെ എന്റെ മക്കൾ. ഇവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം. എന്റെ വത്സല മക്കളെ വേണ്ട പോലെ നോക്കിക്കോളണേ പിതാവേ. മദർ വിഷമിക്കരുത്, എന്നാലാവുന്നതെല്ലാം ഇനിയും ഞാൻ ചെയ്തോളാം. എന്റെ മണവാളന്റെ അടുത്തെത്താൻ എനിക്ക് സമയമായി. രോഗം കലശലായ അമ്മയെ ചാലക്കുടി ആശുപത്രിയിൽ നിന്ന് മഠത്തിലേക്ക് കൊണ്ടുപോന്നു. അമ്മയുടെ നില ഗുരുതരമായതറിഞ്ഞ് ജനങ്ങൾ മഠത്തിലേക്ക് ഓടിക്കൂടി.
എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. എന്നെ താഴെ ഇറക്കി കിടത്താൻ ആത്മപിതാവ് അനുവദിക്കൂ. മദറിന്റെ ആഗ്രഹം പോലെ ചെയ്തോളൂ. ഞാൻ വരട്ടെ. ധൃതിയാകുന്നു എനിക്ക്. ഈശോ, ഈശോ, മറിയം, മറിയം, യൗസേപ്പേ, ഔസേപ്പേ, എന്റെ ആത്മാവിന് എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. കൂട്ടായിരിക്കണേ. വർഷത്തെ ധന്യമായ ജീവിതത്തിന് ശേഷം മദർ മറിയം ത്രേസ്യായുടെ സുഹൃതധന്യമായ ജീവിതത്തിന് 1926 ജൂൺ 8-ാം തീയതി തിരശ്ശീല വീണു. പക്ഷേ അവർ പരത്തിയ സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും പരിമളം ഇന്നും കേരള സഭയിൽ നിറഞ്ഞു നിൽക്കുന്നു. മരണസമയത്ത് നഷ്ടധൈര്യരായി വിലപിച്ചു നിന്ന സഹോദരികൾ ദിവസങ്ങൾക്ക് ശേഷം പുതിയ ചൈതന്യത്തോടെ കർമ്മരംഗത്തിറങ്ങി. കുടുംബങ്ങളുടെ മധ്യസ്ഥയായ മറിയം ത്രേസ്യാമ്മയുടെ പ്രധാന കാര്യസം കുടുംബ പ്രേഷിതത്വമായിരുന്നു. മറിയം ത്രേസ്യായിൽ നിന്ന് സ്വീകരിച്ച പൈതൃകം ഹോളി ഫാമിലി സന്യാസിനികൾ തങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടാലേ ലോകം വിശുദ്ധമാക്കപ്പെടൂ. മഹത്തുക്കളുടെ ജീവിതം മരണശേഷം 6 അടി മണ്ണിന്റെ വിസ്മൃതിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. സ്ഥലകാല പരിധികളെ അതിലംഘിച്ച് അവരുടെ മഹത്വം അകലങ്ങളിലേക്കും യുഗങ്ങളിലേക്ക് തന്നെയും പരക്കുന്നു. വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മദർ മറിയം ത്രേസ്യ തുടർന്നും വിശുദ്ധിയുടെ നറുമണം പകർന്നുകൊണ്ടിരുന്നു. തന്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്നവരുടെ അപേക്ഷകളെ സാധിതമാക്കാൻ യേശുവിന്റെ തിരുമുൻപിൽ ഈ പുണ്യവതി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരുന്നു. പെരുഞ്ചേരി ചൂണ്ടൽ ജോഷി ഷിബി ദമ്പതികളുടെ മകനായ ക്രിസ്റ്റഫർ ജനിച്ചയുടനെ ശ്വാസകോശ സംബന്ധമായ രോഗത്തിന് അടിപ്പെട്ട് മരണാസന്നനായിരുന്നു. എന്നാൽ വൈദ്യശാസ്ത്രവും കൈവിട്ടതോടെ മദർ മറിയം ത്രേസ്യായുടെ കബറിടത്തിലുള്ള പ്രാർത്ഥന വഴി അത്ഭുതകരമായ സൗഖ്യം നേടി. ഈ അത്ഭുതം വിശുദ്ധിയിലേക്ക് ഉയർത്തുവാനുള്ള സ്വർഗത്തിന്റെ കയ്യൊപ്പായി. ഭാരതസഭ കാത്തിരുന്ന ആ സുദിനം വന്നുചേർന്നു. 2019 ഒക്ടോബർ 13. വിശുദ്ധിയുടെ വിളംബരമായി വത്തിക്കാനിലെ മണി മുഴങ്ങിക്കൊണ്ടിരുന്നു. കേരള സഭയുടെ അഭിമാനമായി മാറിയ വിശുദ്ധ മറിയം ത്രേസ്യയുടെ വിശുദ്ധമായ ജീവിതത്തെ മാതൃകയാക്കാൻ തിരുസഭ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. കേരള മണ്ണിന് അനുഗ്രഹമായി പിറന്നുവീണ ഈ വിശുദ്ധ സ്വർഗത്തിലിരുന്ന് വിശുദ്ധിയുടെ നറുമണം ഇന്നും പരത്തിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ മറിയം ത്രേസ്യയുടെ പാദത്തിങ്കൽ സർവ്വതും സമർപ്പിച്ച് നമുക്കും ആഗ്രഹിക്കാം ഒരു വിശുദ്ധ ജീവിതത്തിനായി. 880 ആകും, 80-800 ആകും. ഇതൊരു തുടക്കമാണ് തിരുമനസേ. സഹനത്തിന്റെ, സ്നേഹത്തിന്റെ തുടക്കം. തൃപ്പൂണിത്തുറ കൊട്ടാരത്തിൽ വെച്ച് ദൈവാത്മാവിനാൽ നിവേശിതയായി മദർ മറിയം ത്രേസ്യ രാജാവിനോട് പറഞ്ഞ വാക്കുകൾ
8 80 80 800 800 1800 കവിഞ്ഞ് ഹോളി ഫാമിലി സന്യാസിനികൾ ലോകം മുഴുവൻ കർമ്മനിരതരായി വിളങ്ങി ദൈവരാജ്യം വിസ്തൃതമാക്കുവാൻ തിരുസഭയോട് ചേർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയുമാണ്.